പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് നവംബർ 23 ഞായറാഴ്ച. സഭയുടെ ക്രമീകരണമനുസരിച്ച് വിശുദ്ധ ദൈവമാതാവിനോടുള്ളതായ അറിയിപ്പിന്റെ ഞായറാഴ്ചയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ അതിൻ്റെ വിവരണം കാണുന്നു. നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. സുവിശേഷത്തിൽ ദൈവത്തിന്റെ ദൂതൻ മറിയെ അഭിസംബോധന ചെയ്യുന്നതാണ് ഈ വാക്യം. ഇത് ദൈവത്തിന്റെ രക്ഷാ തത്വശാസ്ത്രത്തിന്റെ വാതിൽ തുറക്കുന്ന ആദ്യ ശബ്ദമാണ്. ഇവിടെ ചില ചിന്തകൾ നമുക്ക് നൽകുന്നു. ഒന്ന്, ദൂതൻ മറിയെ അഭിസംബോധന ചെയ്യുകയാണ്, കൃപ നിറഞ്ഞവളെ. ഇത് മനുഷ്യരല്ല വിളിച്ചത്, മറിയെ സ്വർഗത്തിന്റെ പരിചയപ്പെടുത്തലാണ്. നീ കൃപ നിറഞ്ഞവളാണ്. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്, മറിയെ ദൈവം കൃപ കൊണ്ട് അലങ്കരിച്ചു. അവളുടെ പുണ്യമല്ല അവളെ തെരഞ്ഞെടുത്തത്, പിന്നെയോ കൃപയുടെ സമൃദ്ധിയാണ് അവളെ ദൈവം തെരഞ്ഞെടുക്കുവാൻ ഇടയാക്കിയത്. ദൈവം നമ്മോടും ഇതേ വാക്ക് തന്നെ പറയുന്നു. നാം ദൈവകൃപയാൽ ജീവിക്കുന്നവരാണ്. നാം ദൈവദൃഷ്ടിയിൽ വിലപ്പെട്ടവരാണ്. അതിനാൽ അതിനനുസരിച്ച് വിശ്വാസ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. വീണ്ടും ദൂതന്റെ ശബ്ദം മറിയ ശ്രവിക്കുകയാണ്, നിനക്ക് വന്ദനം. ദൈവം മനുഷ്യരുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഭയമല്ല, സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ് അവിടെ പ്രദാനം ചെയ്യുന്നത്. മറിയയ്ക്ക് മുൻപിൽ അനിശ്ചിതത്വങ്ങളുടെ പാതയാണ്. മാനുഷികമായി അവൾക്ക് വിശദീകരിക്കുവാൻ കഴിയാത്ത കാര്യമാണിതെങ്കിലും ദൈവത്തിന്റെ പദ്ധതികളിൽ സന്തോഷം നിശ്ചയമാണ് എന്ന് ദൂതൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ആരാധനയുടെ അനുഭവത്തിൽ, പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിലൊക്കെ ലഭിക്കുന്നതായ കൃപയിൽ എല്ലാം കേൾക്കുന്നതായ ഒരു ശബ്ദം ഇതാണ്, നീ സന്തോഷിക്കുക, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും മറിയയ്ക്ക് വലിയൊരു സന്ദേശം ലഭിക്കുകയാണ്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നവന്. ഇത് ഒരു ആശ്വാസവാക്ക് മാത്രമല്ല, നാം ആകുന്ന മനുഷ്യകുലത്തിനോടുള്ളതായ ദൈവത്തിന്റെ ഒരു ശാശ്വതമായ ഒരു വാഗ്ദാനമാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മറിയത്തിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വിസ്മയിപ്പിക്കുന്നവയായിരുന്നു. ജനത്തിന്റെ സംശയം, യൗസേഫിന്റെ ആശയക്കുഴപ്പം, ദീർഘയാത്രകൾ, ജനനത്തിൻ്റെതായ കഷ്ടതകൾ, ഹേരോദാവിന്റെ ക്രൂരത. എന്നിട്ടും ഈ വാക്യം തന്നെ അവളുടെ എല്ലാ വഴികളിലും പ്രകാശമായിരുന്നു, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ആവർത്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, കർത്താവേ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇത് ഉരുവിടുമ്പോൾ നമ്മുടെ പ്രത്യാശ ഇതാണ്, നമ്മോട് കൂടെ ദൈവമുണ്ടെങ്കിൽ ഞാൻ എന്തിന് ആകുലപ്പെടണം? ദൈവം അത്ഭുതകരമായി എന്നെ നടത്തുമല്ലോ. ഈ വിശ്വാസമാണ് നമ്മെ ധന്യരാക്കി മാറ്റേണ്ടത്. വീണ്ടും മറിയയുടെ ജീവിതം നമ്മെ വലിയ 3 കാര്യങ്ങൾ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിനയത്തിന്റെ ആത്മാവിനെ നാം ധരിക്കുന്നവരായി തീരണം. ഒരുപക്ഷെ സ്വർഗത്തിനുള്ളതായ ആശംസ കേട്ടവൾ എന്ന നിലയിൽ മറിയയ്ക്ക് അഹങ്കരിക്കാമായിരുന്നു. പക്ഷേ അവൾ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. വിനയമുള്ളതായ മറിയ, കർത്താവ് കൂടെയുള്ളവളായ മറിയ വിനയത്തിന്റെ അനുഭവത്തിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. രണ്ടാമത് മറിയയിൽ കാണുന്നത് അനുസരണത്തിന്റെ സമർപ്പണമാണ്.
ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവൾക്ക് മനസ്സിലായില്ല എങ്കിലും ദൈവം തന്നോട് അരുളി ചെയ്തു, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, അത് ദൈവം നിവർത്തിക്കും എന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ച് ആ വിശ്വാസം അവളെ സമർപ്പണത്തിലേക്കും അതനുസരണത്തിലേക്കും വഴിതെളിക്കുകയാണ്. വീണ്ടും കാണുകയാണ്, ദൈവ നടത്തിപ്പിനെ സ്വീകരിക്കുന്നതായ ഒരു ധൈര്യം അവൾക്കുണ്ട്. ദൈവത്തിൻ്റെ ആ വാഗ്ദാനങ്ങളൊക്കെ അത് ഭയത്തിൻ്റെ അനുഭവത്തിലേക്കല്ല, ഇരുളിൻ്റെ അവസ്ഥയിലേക്കല്ല അവളെ നയിച്ചത്, പിന്നെയോ ഒരു ധൈര്യത്തിലേക്ക് അവളെ നയിച്ചു. കാരണം ദൈവ സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം, ദൈവ സാന്നിധ്യമാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല, ആ ശക്തിയിൽ ഞാൻ ധൈര്യപ്പെടും എന്നതായ ആ ഒരു അവസ്ഥ അവളെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വീകരിക്കുവാനായിട്ട്, അതിനനുസരിച്ചുകൊണ്ട് തന്നെ തന്നെ ഒരുക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം അവളിൽ ഉണ്ടായി. ഇത് നമ്മോട് പറയുകയാണ്, ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല. ദൈവം നമ്മോട് ഇന്ന് പറയുകയാണ്, കൃപ നിറഞ്ഞവരെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതം ഭയത്തിൻ്റെതല്ല, സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നയിക്കുക. ഈ വചനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമുക്ക് വരാമാവുന്ന കഷ്ടതകളിൽ, നമ്മുടെ ഭാവിയിലൊക്കെ ജീവൻ പകരണം. മറിയ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആമേൻ എന്ന് പറഞ്ഞ ഉത്തരം ലോകത്തിന് രക്ഷയെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മുടെ ആമേൻ എന്നതായ ഉത്തരം നമ്മുടെ ജീവിതത്തെയും മഹത്വത്തിലേക്ക് വാതിൽ തുറക്കുന്നൊരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ പിതാവേ, കൃപ നിറഞ്ഞ ദൈവമാതാവിൻ്റെ ഉദാഹരണം അനുസരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ നിന്നിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളെ ഭയങ്ങളെ ദൂരീകരിച്ച് നിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നീ ഞങ്ങളോട് ഇരിക്കുന്നുവെന്ന സത്യം ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാനിടയായി തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.